അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സത്യസന്ധമായ സനദോടുകൂടിയ ഹദീസുകളുടെ വെളിച്ചത്തിൽ ഖിയാമത്ത് നാൾ അടുക്കാനുള്ള നിരവധി അടയാളങ്ങൾ ഇന്ന് ലോകത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറയാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവയെല്ലാം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ അമുസ്ലിംകൾ പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളിൽ വിശ്വാസമർപ്പിക്കുന്നു. അത്തരം അടയാളങ്ങളിലൊന്നാണ് ഇമാം മഹദിയുടെ ആഗമനം. ഫലസ്തീൻ പ്രശ്നം നടക്കുമ്പോൾ ഇമാം മഹദി പ്രത്യക്ഷപ്പെടുമെന്ന് ഹദീസുകളിൽ കാണാം. അദ്ദേഹം ഫലസ്തീനെ സ്വതന്ത്രമാക്കും. എന്നാൽ എല്ലാ പ്രശ്നങ്ങളും ഖിയാമത്തിന്റെ അടയാളങ്ങളാണെന്ന് പറയാനാവില്ല. എങ്കിലും ഫലസ്തീനിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ട 5 പ്രധാന അടയാളങ്ങൾ ഹദീസുകളിൽ പറയുന്നുണ്ട്. ജൂതന്മാരുമായുള്ള യുദ്ധം. ജൂതന്മാരോട് മുസ്ലിംകൾ യുദ്ധം ചെയ്യുന്നതുവരെ ഖിയാമത്ത് നാൾ സംഭവിക്കില്ല. ഈ യുദ്ധത്തിൽ ജൂതന്മാർ നാമാവശേഷമാകും. ജൂതന്മാർ ഒളിച്ചിരിക്കുമ്പോൾ കല്ലും മരവും വിളിച്ചു പറയും, എന്റെ പിന്നിൽ ഒരു ജൂതൻ ഒളിച്ചിരിക്കുന്നു. ഇത് സ്വഹീഹ് ഹദീസിൽ നിന്നുള്ളതാണ്. ഇമാം മഹ്ദിയുടെ ആഗമനം. ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെടുകയും ബൈത്തുൽ മുഖദ്ദസ് ജെറൂസലേം കീഴടക്കുകയും ചെയ്യും. അറബികളും റോമക്കാരും ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ളവർ അദ്ദേഹത്തിന്റെ സംഘത്തിൽ ചേരും. 12,000 അനുയായികൾ. ഹാഷിം കുടുംബത്തിൽ നിന്നുള്ള ഒരു പുരുഷൻ ഇമാം മഹ്ദി 12,000 അനുയായികളുമായി ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കും. ബൈത്തുൽ മുഖദ്ദസിന്റെ പുനർനിർമ്മാണം. ഇമാം മഹ്ദി ബൈത്തുൽ മുഖദ്ദസിനെ അതിമനോഹരമായ രീതിയിൽ പുനർനിർമ്മിക്കും. ലോകത്ത് മുമ്പെങ്ങും കാണാത്ത സൗന്ദര്യത്തോടെ അത് നിലകൊള്ളും. കറുത്ത പതാകകൾ. ഖുറാസാനിൽ നിന്ന് കറുത്ത പതാകകളുമായി വരുന്ന ഒരു സംഘത്തെ കണ്ടാൽ അവരെ പിന്തുടരണം. അവരിൽ ഇമാം മഹദി ഉണ്ടായിരിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് പലരും കറുത്ത പതാകകളുമായി ഇമാം മഹദിയാണെന്ന് വാദിക്കുന്നുണ്ട്. താലിബാൻ, ഷിയാക്കൾ, ISS തുടങ്ങിയവരുടെ പതാകകളും കറുപ്പാണ്. എന്നാൽ ഇവരാരും ഇമാം മഹദിയുടെ യഥാർത്ഥ അനുയായികളല്ല. യഥാർത്ഥ ഇമാം മഹദി പ്രത്യക്ഷപ്പെടുമ്പോൾ അദ്ദേഹം സ്വയം ഞാൻ ഇമാം മഹദിയല്ല എന്ന് പറയും. എന്നാൽ മലക്കുകൾ വിളിച്ചു പറയും, ഇദ്ദേഹമാണ് ഇമാം മഹദി, നിന്നെ ബൈഅത്ത് ചെയ്യുക. അങ്ങനെ ജനങ്ങൾ അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്യും. യഥാർത്ഥ ഇമാം മഹദി ഒരിക്കലും താനാണ് മഹദി എന്ന് പ്രഖ്യാപിക്കില്ല. ഹദീസുകളിൽ മഹദിയുടെ രൂപത്തിൽ പലരും വരുമെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ അത്തരം പലരും പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ഇതുവരെ യഥാർത്ഥ ഇമാം മഹദി വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ വരവ് ഖിയാമത്തിനോട് അടുത്താണ് സംഭവിക്കുക. നീതി പുലരാനുള്ള ഇമാം മഹദിയുടെ വരവിനായി എല്ലാവരും കാത്തിരിക്കുകയാണ്. അല്ലാഹു നമ്മെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കട്ടെ. ആമീൻ. ഈ വീഡിയോ നിന്നിലേക്ക് എത്തിക്കാൻ കാരണക്കാരായവർക്കു വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആയോടും വസിയ്യത്തോടും കൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.